നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ക്ഷേത്രത്തിൽ വളർത്തുനായയുമായി യുവാവിന്റെ അതിക്രമം. പിടവൂർ സ്വദേശി സജീവാണ് അതിക്രമം കാട്ടിയത്. പോലീസ് ജീപ്പ് ഇടിച്ചു തെറിപ്പിച്ചു. സംഭവത്തിൽ സിപിഒയ്ക്ക് പരിക്ക്. തയ്യൽക്കടയിൽ കയറി മാല പൊട്ടിച്ചെടുത്തു. കേസിലെ പ്രതിപിടിയിൽ മയ്യനാട് പുല്ലിച്ചിറ സ്വദേശി നിഷാദാണ് അറസ്റ്റിലായത്. സ്നേഹം പദ്ധതി. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ശാസനയില്ലാ വാരത്തിന് തുടക്കം. 6 ആഴ്ചകളിലായാണ് സ്നേഹം പദ്ധതി നടപ്പാക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ക്ഷേത്രത്തിൽ വളർത്തുനായയുമായി എത്തി യുവാവിന്റെ അതിക്രമം. പിടവൂർ സ്വദേശി ദേവൻ എന്ന സജീവാണ് അതിക്രമം കാട്ടിയത്. ഇയാൾ ജീപ്പിൽ പോകവെ തടയാൻ ശ്രമിച്ച പോലീസ് ജീപ്പും ഇടിച്ചു തെറിപ്പിച്ചു. സംഭവത്തിൽ സിപിഒയ്ക്ക് പരിക്കേറ്റു. പിടവൂര് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഒരു പട്ടിയും കൊണ്ട് വന്ന് മണ്ണ് ദേവൻ എന്ന് പറയുന്ന ആള് പ്രശ്നം ഉണ്ടാക്കുന്ന അറിഞ്ഞിട്ടാണ് നമ്മൾ നൈറ്റ് പാർട്ടി അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു പട്ടിയെ വണ്ടിയിലിരുത്തിയിട്ട് ആളിറങ്ങിപ്പോയി. അതിനുശേഷം നമ്മൾ അത് വണ്ടി ഇടിപ്പിച്ച് വണ്ടി പുറത്താക്കിയിട്ട് നമ്മൾ തിരിച്ച് ടൗണിലെത്തുമ്പോൾ വീണ്ടും വിളി വരുന്നു. അവിടെ വണ്ടി തല്ലി പൊട്ടിക്കുന്നു, വാഹനത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നു. അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ ദേവൻ എന്ന് പറയുന്ന ആള് ഒരു അൽസേഷൻ നായയുമായുള്ള ഒരു കറുത്ത ജീപ്പ് വാഹനം കൊണ്ടുവന്ന് നമ്മുടെ വാഹനത്തിലേക്ക് ഇടിക്കുകയും ആ ഇടിയുടെ ആഘാതത്തിൽ വണ്ടി ഒരു കറക്കം കറങ്ങി ഗ്രൗണ്ടിൽ ഓഫായി നിൽക്കുമ്പോൾ ഇദ്ദേഹം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വന്ന് വണ്ടി ഇടിച്ചു മറിക്കാൻ ശ്രമിക്കുകയും പിന്നെ വീണ്ടും രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ വണ്ടി ഇടിച്ചു മറിക്കാൻ ശ്രമിക്കുകയും ആ ഒരു ചെറിയ ഗ്യാപ്പിൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ട് ഓടി മാറുകയും ചെയ്യുകയും. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ദേവൻ എന്ന സജീവാണ് ക്ഷേത്രവളപ്പിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത്. പിടവൂർ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പ്രതിയെ പിടികൂടാൻ ശ്രമിക്കവേ തന്റെ വാഹനം ഉപയോഗിച്ച് പോലീസ് ജീപ്പ് ഇടിച്ചു തകർത്തു. പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ അനീഷിന് പരിക്കേറ്റു. പോകാനെന്ന ഇതിൽ പുറത്തേക്ക് പോയ വാഹനം വീണ്ടും അമിത വേഗത്തിൽ ഞങ്ങൾക്ക് നേർക്ക് ഓടിച്ച് അമ്പലത്തിനകത്തൂടെ റോഡുണ്ട് പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ അതിലെ ഓടിച്ച് പോയ വഴിക്ക് തന്നെ അവിടെ ജനറേറ്റർ കാരുടെ വാഹനം ഇടിച്ചു തെറിപ്പിച്ച് അതിലൂടെ നമുക്ക് പിടിതരാതെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതിൽ ഷാനവാസ് ഖാൻ, GSI ഷാനവാസ് ഖാൻ, അനീഷ് എന്ന് പറഞ്ഞ CPO, ഞാൻ, നിഖിൽ, 3 പേരാണ് ഈ ഇവന്റിന് പോയത്. അതിൽ 3 പേർക്കും വണ്ടി ഇടിച്ച സമയത്ത് അവിടെ ഇവിടെയൊക്കെ പോയി ഇടിച്ചും ഓടി മറിഞ്ഞു വീണും പരിക്ക് പറ്റിയിട്ടുണ്ട്. പ്രതിക്കായി നമ്മൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പിടവൂർ ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞം നടന്നു വരികയാണ്. അന്നദാനമുണ്ടാക്കുന്ന പാചകപ്പുരയിലേക്ക് നായയുമായി എത്തിയാണ് ഇയാൾ ആദ്യം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പത്തനാപുരം പോലീസ് ഇയാളെ പറഞ്ഞയച്ചു. തിരിച്ചെത്തിയ സജീവൻ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശിവാനന്ദന്റെ 2 വാഹനങ്ങളുടെ ചില്ല് അടിച്ചു തകർക്കുകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ സമയം സ്ഥലത്തെത്തിയ പോലീസ് വാഹനം തന്റെ ജീപ്പ് ഉപയോഗിച്ച് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. 3 തവണയാണ് പോലീസ് ജീപ്പ് ഇടിച്ചു മറിക്കാൻ ശ്രമിച്ചത്. തുടർന്ന് ഇയാൾ രക്ഷപ്പെടുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. CPIMന്റെ ഭവന സന്ദർശനത്തിന്റെ ഭാഗമായി അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രവർത്തകരുടെ വീടുകളിൽ സന്ദർശനം നടത്തി. CPIM ജില്ലാ സെക്രട്ടറി S ജയമോഹന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. കരുനാഗപ്പള്ളി അയണിവേലിക്കുളങ്ങരയിലാണ് CPIM നേതാക്കൾ അസംബ്ലീസ് ഓഫ് ഗോഡ് സെക്ഷൻ പ്രവർത്തകരെ സന്ദർശിച്ചത്. CPIMന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഭവന സന്ദർശന പരിപാടികൾക്ക് തുടക്കമായി. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കരുനാഗപ്പള്ളി സെക്ഷൻ പ്രവർത്തകരെ CPIM പ്രവർത്തകർ സന്ദർശിച്ചു. ഏത് മതവിശ്വാസിക്കും തങ്ങളുടെ വിശ്വാസം ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു നാട് എന്ന പ്രത്യേകതയാണ് കേരളത്തിനുള്ളതെന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രവർത്തകർ പറഞ്ഞു. നല്ലവരായതുകൊണ്ട് ആവശ്യമുള്ളതിൻ്റെ പേരിൽ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ് എന്നത് കേൾക്കുമ്പോൾ
അവർക്ക് ആ വിട്ടുപോയ വർഷം മാറ്റാം ദൈവത്തിന്റെ നമ്മൾ ആവശ്യപ്രകാരം ക്ഷമിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് പരന്തവുണ്ട്. ഞങ്ങളിപ്പോൾ നടക്കുന്നത് നമ്മുടെ ആ കോശിയുടെ കമ്മീഷനാണ് പോകുന്നത് സെക്രട്ടേറിയറ്റ് ഒരു പ്രയാസമാണ് നേരിടുന്നത്. അപ്പോൾ പഞ്ചായത്തിലുള്ള പൊതുദർശനം എടുക്കുമ്പോൾ അവിടെ ക്രിസ്ത്യാചാരം പ്രകാരമാണ്. CPIM ജില്ലാ സെക്രട്ടറി S ജയമോഹന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. 15-ാം തീയതി മുതൽ ആരംഭിച്ച ഗൃഹ സന്ദർശന പരിപാടിയിൽ ഏറ്റവും ആവേശം തോന്നിയതും തുടർന്ന് ഇടപെടേണ്ടതുമായ ഒരു വിഷയമാണ് കരുനാഗപ്പള്ളിയിലെ പെന്തിക്കോസ്ത് ചർച്ചിന്റെ പ്രവർത്തകരുമായിട്ട് നടത്തിയ ആശയവിനിമയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരെല്ലാം തന്നെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു: ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കുന്ന മതത്തിന് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കാത്ത ഒരു സംസ്ഥാനം കേരളമാണ് എന്നതിൽ അഭിമാനം കൊള്ളുന്നു എന്ന കാര്യം പറഞ്ഞു. എന്നിരുന്നാലും ചില ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ ഞങ്ങൾ പള്ളിയും അതോടൊപ്പം സെമിത്തേരിയും മറ്റുമെല്ലാം സ്ഥാപിക്കപ്പെടുമ്പോൾ ഞങ്ങൾ മോശക്കാരാണെന്ന് പ്രചരിപ്പിക്കുന്ന ചില ശക്തികളുടെ പ്രചരണം ഏറ്റ ആളുകൾ അതിന് വിഘാതം സൃഷ്ടിക്കുകയും തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി ചില ഇടങ്ങളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് മുടങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ സെമിത്തേരികൾ തുറന്ന് പ്രവർത്തിക്കാൻ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും സഹായങ്ങൾ വേണം. കരുനാഗപ്പള്ളി സെക്ഷൻ പ്രസിഡന്റ് അയണിവേളിക്കുളങ്ങരത്തേക്ക് കെന്നഡി പോളിന്റെ വസതിയിലാണ് പ്രവർത്തകരെ കാണാൻ CPIM നേതാക്കൾ എത്തിയത്. സംഘടനാ സെക്രട്ടറി എബ്രഹാം വി തോമസ്, ട്രഷറർ ജോസ് എബ്രഹാം, രഞ്ജിത്ത് രാജൻ, P ദിനേശ്, ജോൺസ് മാത്യു, ഷിബു, ഫിലോമിന തുടങ്ങിയവരും CPM പ്രവർത്തകരുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. A അനിരുദ്ധൻ, സൂസൻ കോടി, M സുരേഷ് കുമാർ എന്നിവരും CPIM പ്രവർത്തകർക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തയ്യൽക്കടയിൽ കയറി മാല പൊട്ടിച്ചെടുത്ത കേസിലെ പ്രതിപിടിയിൽ. പരവൂർ പൂതക്കുളം പാലോട്ടുകാവിന് സമീപം തയ്യൽക്കട നടത്തുന്ന അനിതയുടെ മാലയാണ് പൊട്ടിച്ചെടുത്തത്. മയ്യനാട് പുല്ലിച്ചിറ സ്വദേശി നിഷാദാണ് അറസ്റ്റിലായത്. കൊല്ലം പരവൂരിലാണ് തയ്യൽക്കടയിൽ കയറി ഭീഷണിപ്പെടുത്തി സ്ത്രീയുടെ മാല പൊട്ടിച്ചെടുത്തത്. സംഭവത്തിൽ മയ്യനാട് പുല്ലിച്ചിറ തോട്ടവിള നിഷാദ് മനസ്സിലിൽ നിഷാദിനെ പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ ഇയാൾ രണ്ടാം പ്രതിയാണ്. ഒന്നാം പ്രതി കണ്ണനല്ലൂർ സ്വദേശി ഹാഷിം സമാന കേസിൽപ്പെട്ട് തമിഴ്നാട്ടിൽ പിടിയിലായി തെങ്കാശി ജയിലിലാണ്. പരവൂരിൽ കഴിഞ്ഞ 12-നായിരുന്നു സംഭവം. പൂതക്കുളം പാലോട്ടുകാവിന് സമീപം തയ്യൽക്കട നടത്തുന്ന അനിതയുടെ 2 പവൻ വരുന്ന മാലയാണ് കടയിൽ അതിക്രമിച്ചു കയറി രാത്രി 7 മണിയോടെ പൊട്ടിച്ചെടുത്തത്. അനിതയ്ക്ക് നേരെ വെട്ടുകത്തി വീശി ഭീഷണിപ്പെടുത്തിയായിരുന്നു മാല മോഷണം. തുടർന്ന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കിൽ ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. ചാത്തന്നൂർ പാരിപ്പള്ളി ഭാഗങ്ങളിൽ CCTV ക്യാമറകൾ പരിശോധിച്ചെങ്കിലും വാഹനത്തിന് നമ്പർ ഇല്ലാതിരുന്നതിനാൽ തിരിച്ചറിയാൻ പ്രയാസപ്പെട്ടു. ദൃശ്യങ്ങളിൽ നിന്നും രൂപസാദൃശ്യം വെച്ച് മാലയുടെ ഉടമയായ സ്ത്രീ തന്നെ പ്രതിയെ തിരിച്ചറിയുകയായിരുന്നു. സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതികൾ കോയമ്പത്തൂരിൽ വഴിയരികിൽ താക്കോലോടുകൂടി പാർക്ക് ചെയ്തിരുന്ന ഇരുചക്രവാഹനം മോഷ്ടിച്ച് തെങ്കാശിയിലെത്തി സമാന രീതിയിൽ സ്ത്രീയുടെ മാല പൊട്ടിച്ചെടുത്തു. നിഷാദ് അവിടെ നിന്നും രക്ഷപ്പെട്ടെങ്കിലും ഒന്നാം പ്രതി ഹാഷിം പിടിയിലായി റിമാൻഡിലായി. പരവൂരിൽ നടന്ന സംഭവത്തിൽ പുലർച്ചെ വീട്ടിൽ നിന്നുമാണ് നിഷാദിനെ പിടികൂടിയത്. പ്രതികൾ ഇരുചക്രവാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് പൊളിച്ച് വിൽപ്പന നടത്താറുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്നേഹം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ ശാസനയില്ലാ വാരത്തിന് തുടക്കമായി. ഓരോ ആഴ്ചയിലും ഓരോ ആശയം വീതം 6 ആഴ്ചകളിലായാണ് സ്നേഹം പദ്ധതി നടപ്പാക്കുന്നത്. സ്കൂളുകളിൽ ഇനി നല്ലതിനെ അഭിനന്ദിച്ചും തെറ്റ് കണ്ടാൽ ശാസിക്കാതെ ബോധവൽക്കരിച്ചുമുള്ള അധ്യയനം ശാസനയില്ലാ വാരത്തിന് സംസ്ഥാനത്തെ സ്കൂളുകളിൽ തുടക്കമായി. ഓരോ ആഴ്ചയിലും ഓരോ ആശയം വീതം 6 ആഴ്ചകളിലായാണ് സ്നേഹം പദ്ധതി നടപ്പാക്കുന്നത്. ശാസനയില്ലാ വാരം, അഭിനന്ദന വാരം, ഡിജിറ്റൽ ഉപവാസവാരം, കൃതജ്ഞതാവാരം, ക്ഷമാപണവാരം, ശ്രദ്ധിക്കൽ, മനസ്സിലാക്കൽ, പരിഗണിക്കൽ വാരം എന്നിങ്ങനെയാണ് സ്കൂളുകളിലും വീടുകളിലും നടപ്പാക്കുന്ന വാരാചരണങ്ങൾ. കുട്ടികളുടെ കളിക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്ന നാരങ്ങ മിഠായി പദ്ധതിയുമുണ്ട്. ഡിജിറ്റൽ അടിമത്തം കുറയ്ക്കാൻ ഓരോ കുട്ടിയും ദിവസേന 1 മണിക്കൂറെങ്കിലും കായിക വിനോദത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യവും ഉണ്ടാക്കും. അധ്യാപകർ വിദ്യാർത്ഥികൾക്കൊപ്പം ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും പൊതു ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുന്നതുമൊക്കെ പദ്ധതിയുടെ ഭാഗമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊട്ടാരക്കര IT നഗരമായി മാറുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കമ്മ്യൂൺ ഉദ്ഘാടനം കൊട്ടാരക്കരയിലെ അമ്പലക്കര മൈതാനത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കിയ പദ്ധതി എല്ലാ പ്രദേശങ്ങളിലും പ്രാവർത്തികമാക്കാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
KDISCിന്റെ നേതൃത്വത്തിൽ നോളജ് ഇക്കോണമി മിഷൻ മുഖേന നൈപുണ്യ പരിശീലനം നൽകുന്നു. പഠനത്തോടൊപ്പം ആവശ്യമായ നൈപുണ്യവും സമ്പാദിക്കാനാണിത്. പഠനം കഴിഞ്ഞവർക്കും തൊഴിൽ ലഭിക്കാത്തവർക്കും അതാത് മേഖലയുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകുന്നതിനും സൗകര്യമൊരുക്കി. പല കാരണങ്ങൾ കൊണ്ടും ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന അഭ്യസ്തവിദ്യരായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിശീലനത്തിലൂടെ നൈപുണ്യവും തൊഴിലവസരവും ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബിയിലൂടെ സമാന്തര ധനകാര്യ സ്രോതസ് സൃഷ്ടിച്ചാണ് 90,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അംഗീകാരമായത്. കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും വികസന സാക്ഷ്യങ്ങൾ കാണാം. നവകേരളം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള സർക്കാരിന്റെ നീക്കത്തിന് പിന്തുണയും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പുതിയൊരു മാറ്റമാണ്. അതുപോലെ വരുമ്പോൾ തന്നെ ഇത്തരം മാറ്റങ്ങൾ തൊഴിൽ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. IT പാർക്കുകളിൽ, നെടുങ്കണ്ടം കെട്ടിടങ്ങളിൽ വൻതോതിൽ ജീവനക്കാർ കേന്ദ്രീകരിച്ച് തൊഴിലെടുക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ചില ക്യാമ്പസിൽ നൂറുകണക്കിലല്ല ആയിരക്കണക്കിൽ തന്നെ ആളുകളുണ്ടായിരുന്നു. എന്നാൽ കോവിഡ് ഒരു പുതിയ അനുഭവമായിട്ടാണ് മാറിയത്. അത്തരം കെട്ടിടങ്ങളെല്ലാം ഫലത്തിൽ കാലിയായി അത്യാവശ്യം 4-5 ഡിഗ്രി നിന്ന് ബാക്കിയുള്ളവരെല്ലാം ആ കെട്ടിടം സർക്കാരും ഉപേക്ഷിച്ചു പോയി. പക്ഷെ അവരെ ജോലി ഉപേക്ഷിച്ചില്ല, മാനേജ്മെന്റുകളും അവരെ ഉപേക്ഷിച്ചില്ല. അവർ ചെയ്തത് വീട് വരുന്ന ജോലി ചെയ്യുന്നതാണ്. വീട് വരുന്ന ജോലി ചെയ്തപ്പോൾ വർക്കാനുഭവം അതിന്റെ ഉത്പാദനക്ഷമതയ്ക്ക് ഒരു തരത്തിലുള്ള കുറവുണ്ടായില്ല. ചിലവരൽപ്പം കൂടുതലായോ എന്ന തോന്നണമെന്ന് മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. പ്രാദേശിക തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, കഴിവുള്ള പ്രൊഫഷണലുകളെ നാട്ടിലേക്ക് തിരികെ എത്തിക്കുക, കേരളത്തെ ആഗോള സ്കിൽ ഡെവലപ്മെന്റ് ഹബ്ബായി ഉയർത്തുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കൊട്ടാരക്കരയാണ് എന്നുള്ള സന്തോഷകരമായ കാര്യമാണ്. സന്തോഷത്തിന് ഈ ആശയം ബഡ്ജറ്റിൽ മുൻപോട്ട് വെക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലാകെ എല്ലാ സ്ഥലത്തും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള ആശയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് വർക്ക് നിയർ ഹോം എന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. കേരളത്തിൽ IT പാർക്കുകളുണ്ട്. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക്, അതുപോലെ തന്നെ ഇൻഫോ പാർക്ക് കൊച്ചിയിൽ, സൈബർ പാർക്ക് കോഴിക്കോട്. വളരെ വലിയ IT പാർക്കുകൾ, അതിനേക്കാൾ വിപുലമാക്കി ഇന്ന് ബാംഗ്ലൂരിലെയും ഹൈദരാബാദിലെയും ഡൽഹിയിലെയും ഒക്കെ സ്ഥാപനങ്ങളുണ്ട്. ലോകത്ത് പല സ്ഥലത്തും അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന മലയാളികളുണ്ട്. കോവിഡ് കാലത്ത് നമുക്കൊരു പുനർചിന്തനം വന്നു. വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് ഒന്നാണ്. അതിനുമുമ്പ് പാർക്കുകളിൽ മാത്രമേ നടക്കൂ എന്ന് വിചാരിച്ചു. ഇപ്പൊ അങ്ങനല്ല, വീട്ടിൽ നിന്നും പറ്റും. അത് സ്വന്തം നാടിന് ചുറ്റുപാടുമുള്ള സ്ഥലത്ത് നിന്ന് ഓരോ പ്രദേശത്തെയും പ്രധാനപ്പെട്ട ഇതേപോലെ ജോലി ചെയ്യാൻ കഴിയുന്നവർക്ക് അത് അടുത്തു വന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും അത് ആണ് ഈ വർക്ക് നിയർ ഹോം എന്ന കൺസെപ്റ്റ്. എഴുകോൺ പോളിടെക്നിക്കൽ ഡ്രോൺ റിസർച്ചുമായി ബന്ധപ്പെട്ട് കോഴ്സ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നേത്ര സെമി, പ്രോംടെക് ഗ്ലോബൽ, വന്യു, സോഹോ തുടങ്ങിയ കമ്പനികൾക്ക് വർക്ക് നിയർ ഹോമിൽ പ്രവർത്തിക്കുന്നതിനുള്ള ധാരണാപത്രം ചടങ്ങിൽ കൈമാറി. സോഹോ കോർപ്പറേഷൻ കോ ഫൗണ്ടർ ടോണി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ N ദേവിദാസ്, കൊട്ടാരക്കര നഗരസഭാ ചെയർപേഴ്സൺ അനിത ഗോപകുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺബാബു, വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ 70ാം വാർഷിക പരിപാടികളുടെ സമാപനം കുറിച്ച് കൊല്ലത്ത് അവകാശ സംരക്ഷണ റാലി നടത്തി. 100 കണക്കിന് പേരാണ് റാലിയിൽ പങ്കെടുത്തത്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ 70ാം വാർഷിക പരിപാടികളുടെ സമാപനം കുറിച്ചാണ് കൊല്ലത്ത് അവകാശ സംരക്ഷണ റാലി നടത്തിയത്. ഹരിത പതാകയേന്തി ശുഭ്രവസ്ത്രധാരികളായി 100 കണക്കിന് പേരാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. അബ്ദുൾ റഹ്മാൻ ഹസ്രത്ത്, തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി, കടക്കൽ അബ്ദുൽ അസീസ് മൗലവി, സയ്യിദ് മത്തുക്കോയ തങ്ങൾ, CA മസ മൗലവി, പാങ്ങോട് കമറുദ്ദീൻ മൗലവി, AK ഉമർ മൗലവി, അഡ്വക്കേറ്റ് KP മുഹമ്മദ്, MB അബ്ദുൽ ഖാദർ മൗലവി, EA അബ്ദുൽ നാസർ മൗലവി, ആലുവ MM ബാബ മൗലവി, മുഹമ്മദ് നദീർ മൗലവി, തോന്നക്കൽ KH മുഹമ്മദ് മൗലവി, AM ഇർഷാദ് ബാഖവി, PK സുലൈമാൻ മൗലവി, മുഹമ്മദ് സക്കീർ ഈരാറ്റുപേട്ട, മാർക്ക് അബ്ദുൽ സലാം, കടക്കൽ ജുനൈദ്, അഡ്വക്കേറ്റ് നൌഷാദ് യൂനുസ്, അഡ്വക്കേറ്റ് കുറ്റിയിൽ ഷാനവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇടപ്പള്ളിക്കോട്ടയിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് യോഗം സംഘടിപ്പിച്ചു. നാഷണൽ ഹൈവേ ഫ്ലൈ ഓവർ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് യോഗം നടത്തിയത്.
ഇടപ്പള്ളിക്കോട്ടയിൽ പില്ലറിലുള്ള ഫ്ലൈ ഓവർ നിർമ്മിക്കുക, വൻമതിൽ കെട്ടിയുള്ള ഉയരപ്പാത നിർമ്മാണം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇടപ്പള്ളിക്കോട്ട നാഷണൽ ഹൈവേ ഫ്ലൈ ഓവർ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA യോഗം ഉദ്ഘാടനം ചെയ്തു. കുറേയേറെ ആശങ്കകൾ ഇവിടുത്തെ കോടതികൾ തന്നെ പ്രകടിപ്പിക്കുകയും അതിന്റെ ഫലമായി വലിയ രീതിയിലുള്ള എൻക്വയറിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നാം മനസ്സിലാക്കുന്നത് സംസ്ഥാനത്ത് മലപ്പുറം ജില്ലയിൽ ഇതുപോലെ എലിവേറ്റഡ് ഹൈവേ ഇടിഞ്ഞു പോയതിന്റെ ഭാഗമായി അന്ന് തന്നെ കാൺപൂർ IITയുടെയും ഡൽഹി IITയുടെയും അതുപോലെ പാലക്കാട് IITയുടെയും നേതൃത്വത്തിൽ ഏതാണ്ട് 12ഓളം വിദഗ്ധർ, ജിയോളജിയിൽ വിദഗ്ധരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ അവരുടെ നേതൃത്വത്തിൽ 12 ടീമായി തന്നെ തിരിഞ്ഞുകൊണ്ട് മണ്ണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നിലവിൽ നിർമ്മിച്ച അടിപ്പാതകൾ പുനഃസൃഷ്ടിക്കേണ്ടതുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പരിശോധന നടക്കുന്നത്. ചവറ മണ്ഡലത്തിലും ശക്തികുളങ്ങരയിൽ ഇതിനോടകം തന്നെ ബോറൊക്കെ കൊണ്ടിട്ടിട്ട് 2 ആഴ്ചയായി. ഇതിന്റെ മണ്ണ് കുഴിച്ച് പരിശോധിക്കുന്നതിന്റെ ബോറൊക്കെ 2 ആഴ്ച മുമ്പ് കൊണ്ടിട്ടതാണ്. ഇതുവരെ അതിന്റെ പരിശോധന തുടങ്ങിയില്ല. മെയ് മാസത്തിന് മുമ്പ് പരിശോധിച്ച് റിപ്പോർട്ട് അവതരിപ്പിച്ച് മണ്ണ് സ്റ്റേബിൾ അല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രം, അതായത് മണ്ണിന്റെ ഘടന വളരെ മോശമായ സ്ഥലങ്ങളിൽ മാത്രം എലിവേറ്റഡ് ഹൈവേ ആക്കണം. ഇപ്പം നിർമ്മിച്ചിരിക്കുന്നതാണെങ്കിൽ പോലും അത് പൊളിച്ചു മാറ്റണം എന്നുള്ളതാണ്. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോഴും എല്ലാം സഹിച്ചും എല്ലാം ക്ഷമിച്ചും ഹൈവേ നിർമ്മാണത്തിന്റെ പേരിൽ ഈ നാടിന് നാളെ ഉണ്ടാകാൻ പോകുന്ന വലിയ നേട്ടം എന്ന പേരിൽ നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. ഒരുപക്ഷെ ഒരു സ്വകാര്യ കമ്പനിയോ അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരികളോ വേണ്ടത്ര മര്യാദ ഈ നാടിനോട് കാണിക്കാതെയാണ് പല ഘട്ടങ്ങളിലും ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഇത് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കോ നമ്മുടെ നാടിന്റെ പ്രത്യേകതകൾക്കോ യോജിക്കാത്ത നിലയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വടക്കേ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരം പോലെ ആൾ താമസം കുറഞ്ഞ ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങളിലെ നിർമ്മാണം പോലെ ഈ പ്രദേശത്തും ആരംഭിക്കപ്പെട്ട നിർമ്മാണത്തിനിടയിൽ നമ്മുടെ ഈ തെരുവീഥികളിൽ തന്നെ നിരവധി ജീവനുകൾ പൊലിഞ്ഞുപോയത് നമുക്കറിയാം. അശാസ്ത്രീയമായ നിർമ്മാണങ്ങളും നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങളും കരാറുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിന്റെ പരിണിത ഫലങ്ങളാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൺവീനർ ഷംന റാഫി സ്വാഗതം പറഞ്ഞു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ്, രമേശ് ബാബു, സലാഹുദ്ദീൻ, ശ്രീകുമാർ, സൂരജ്, താജ് പോരൂക്കര, മോഹനകുമാർ, വെറ്റമുക്ക് സോമൻ, ജാസ്മിൻ വേലിശ്ശേരി, ശാലിനി, ഐറിൻ, ശ്രീകല, സൗമ്യ, തദ്ദേശ സ്വയംഭരണ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. സംഘപരിവാറിനെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയിലെ ഏറ്റവും ശാന്തവും സമാധാനവുമുള്ള സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി പുനലൂരിൽ പറഞ്ഞു.
സംഘപരിവാറിനെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതനിരപേക്ഷത തകർക്കുന്ന നിലപാടാണ് കോൺഗ്രസും സംഘപരിവാറും നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മതനിരപേക്ഷത ദുർബലപ്പെടുത്താനുള്ള ഒട്ടേറെ നീക്കങ്ങൾ RSSന്റെ ഭാഗത്തുണ്ടായി. അതിലൂടെ വർഗീയ സംഘർഷങ്ങൾ, വർഗീയ കലാപങ്ങൾ നിരവധിയാണ് നമ്മുടെ രാജ്യത്ത് സംഘടിപ്പിക്കുന്നത്. ഇത്തരം സംഘർഷങ്ങളിലൂടെ, കലാപങ്ങളിലൂടെ വലിയ തോതിലുള്ള തിരിവ് സൃഷ്ടിക്കലാണ് RSS ആഗ്രഹിച്ചത്. എല്ലാ കാലത്തും മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടി കരുത്താർന്ന നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സ്വീകരിച്ചത്. പുനർനിർമ്മിച്ച CPM പുനലൂർ ഏരിയ കമ്മിറ്റി ഓഫീസായ VS ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതനിരപേക്ഷത തകർക്കുന്ന സമീപനമാണ് സംഘപരിവാർ നടത്തുന്നതെന്നും നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റ് കേന്ദ്രം ഭരിക്കുമ്പോഴാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതെന്നും തകർത്തത് സംഘപരിവാറാണെങ്കിലും അതിനെ ഒത്താശ ചെയ്തത് കോൺഗ്രസ് ഗവൺമെന്റ് ആണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്നു. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതക്കേറ്റ ഏറ്റവും കനത്ത ആഘാതമായിരുന്നു ബാബറി മസ്ജിദിന്റെ തകർക്കൽ. അത് തകർത്തത് സംഘപരിവാറുകളാണെങ്കിലും അങ്ങനെ തകർക്കുന്നതിന് ഒത്താശ ചെയ്തു കൊടുത്തതിൽ നിന്ന് കോൺഗ്രസിന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. തകർക്കൽ ആരംഭിക്കുന്നു. ഇതിന്റെ ഓരോ ഘട്ടത്തിലും വിവരമറിഞ്ഞ രാജ്യത്തെ പ്രമുഖരായ മതനിരപേക്ഷ നേതാക്കൾ, അതിൽ CPMന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി സഖാവ് സുർജിത്ത് അടക്കമുള്ളവരുണ്ട്, പ്രധാനമന്ത്രിയെ വിളിക്കുന്നു. ആർക്കും പ്രധാനമന്ത്രിയെ കിട്ടുന്നില്ല. അദ്ദേഹം ഇപ്പൊ നമ്മുടെ ടെലിഫോണുകളിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പരിധിക്ക് പുറത്തു ഇതുവരെ പൂർണ്ണമായി ബാബറി മസ്ജിദ് തകർത്ത് കഴിയുന്നത്. ബാബറി മസ്ജിദ് തകർത്തത് സംഘപരിവാറുകളാണെങ്കിലും ആ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് നിസ്സംഗതയിലൂടെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കോൺഗ്രസ്സാണ്, കോൺഗ്രസിന്റെ കേന്ദ്ര സർക്കാരാണ്. നെഹ്റുവിന്റെ രക്തം എപ്പോഴേ കോൺഗ്രസ്സുകാർ ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്നാണ് അത് കാണിക്കുന്നത്. എല്ലാ കാലത്തും മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചു വരുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ഏറ്റവും ശാന്തമായും സമാധാനമായും ജീവിക്കാൻ കഴിയുന്നത് കേരളത്തിലാണെന്നും കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ വർഗീയ കലാപമോ വർഗീയ സംഘടനമോ ഉണ്ടായിട്ടില്ലെന്നും ഇതിന് കാരണം വർഗീയതയ്ക്കെതിരെ ഇടതുപക്ഷം സ്വീകരിക്കുന്ന ശക്തമായ നിലപാടാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് നിലനിൽക്കുന്ന ഈ പൊതു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ വേറിട്ട ഒരിടം കേരളം എന്ന ഈ സംസ്ഥാനം, അത് നമ്മൾ ആർക്കെങ്കിലും മേനി മറച്ചിലല്ല. ഇത്ര ശാന്തമായി സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരിടം നമ്മുടെ രാജ്യത്ത് മറ്റെവിടെയുണ്ട്? എല്ലാവരും രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽപ്പെട്ടവർ സമ്മതിക്കുന്നു. നമ്മുടെ രാജ്യത്തിനകത്ത് ഒരുപാട് വർഗീയ സംഘർഷങ്ങൾ, കേരളത്തിൽ നേരത്തെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്നാൽ ഈ കഴിഞ്ഞ 10 വർഷം ഏതെങ്കിലും ഒരു വർഗീയ സംഘർഷം ഉണ്ടായോ? വർഗീയ കലാപം ഉണ്ടായോ? ഇവിടെ വർഗീയ സംഘടനകൾ ഇല്ലാത്തതുകൊണ്ടാണോ? വർഗീയ സംഘടനകളുണ്ടല്ലോ. ചിലര് അവരാണ് ഏറ്റവും കരുത്തുള്ളവർ. ഇന്ത്യക്കകത്ത് ഏറ്റവും കരുത്തുള്ള തങ്ങളുടെ സംഘടന കേരളത്തിലാണ് എന്ന് അഭിമാനിക്കുന്ന വർഗീയ സംഘടന പോലും ഉണ്ടല്ലോ. അവർ പണ്ട് തലപൊക്കിയിട്ടുണ്ട്. എന്താ ഇപ്പൊ തലപൊക്കാൻ കഴിയാത്തത്? അവിടെയാണ് വർഗീയതയുള്ള സമീപനം. വർഗീയ പ്രശ്നങ്ങൾ വരുമ്പോ കർക്കശമായ നിലപാട് സ്വീകരിച്ചു പോവുകയാണ്. ഒന്നിനെയും ചാരി നിൽക്കില്ല, ഒന്നിനെയും സംരക്ഷിക്കില്ല. വർഗീയ പ്രശ്നമാണോ? വർഗീയ നിലപാടാണോ? വർഗീയ സംഘർഷത്തിന് തുടക്കമാണോ? ശക്തമായ നടപടിയെടുക്കും. അതാണ് കേരളം. പുനലൂർ KSRTC ജംഗ്ഷന് സമീപം തയ്യാറാക്കിയ പ്രത്യേക വേദിയിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത്. CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S ജയമോഹൻ അധ്യക്ഷനായ ചടങ്ങിൽ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സജി സ്വാഗതം പറഞ്ഞു. പുനലൂർ നിയോജകമണ്ഡലത്തിലെ വിവിധ പരാതികളും നിവേദനങ്ങളും ശേഖരിച്ച് നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. സംസ്ഥാന കമ്മിറ്റി അംഗം K വരദരാജൻ, ജില്ലാ സെക്രട്ടറി S സുദേവൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ S വിക്രമൻ, ജോർജ് മാത്യു, ജില്ലാ കമ്മിറ്റി അംഗം S ബിജു, പുല്ലൂർ MLA PS സുപാൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കലാകാരനായ സനോജ് നടയിൽ വരച്ച ചിത്രം ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി പ്രശസ്ത ഗായകൻ അലോഷി നയിച്ച സംഗീത വിരുന്നും അരങ്ങേറിയിരുന്നു. സാക്ഷികൾ
ന്യൂസ് ബ്യൂറോ, പുനലൂർ. കാട്ടുപന്നികളെ തുരത്താൻ നടപടിക്കൊരുങ്ങി തലവൂർ ഗ്രാമപഞ്ചായത്ത് 18-ാം പടി വാർഡിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. പന്നിശല്യത്തിനെതിരെ ഷൂട്ടർമാരെ കൊണ്ടുവരാനും തരിശു നിലങ്ങളിലെ കാടുകൾ വെട്ടിനീക്കാനും തീരുമാനിച്ചു. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നികൾ തുടർച്ചയായി കൃഷി നശിപ്പിച്ചതിനെ തുടർന്നാണ് കർഷകരുടെ ഉൾപ്പെടെ സർവകക്ഷി യോഗം വിളിച്ചത്. മരച്ചീനി, പച്ചക്കറി, നേന്ത്രവാഴ തുടങ്ങിയ കൃഷികൾ നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്. രാത്രികാലങ്ങളിൽ റോഡുകളിലും വീടുകളിലും കാട്ടുപന്നികൾ എത്തുന്നതായുള്ള പരാതിയും യോഗത്തിലുയർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TM ബിജു യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഗൗരി അധ്യക്ഷത വഹിച്ചു. പന്നിശല്യത്തിനെതിരെ ഷൂട്ടർമാരെ കൊണ്ടുവരാനും തരിശുഭൂമിയിൽ കൃഷി ചെയ്യാനും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കാട് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിലെ കാടുകൾ നീക്കം ചെയ്യാനും പൊതുസ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും തീരുമാനമായി. ഈ വ്യാപനം തടയാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ മുഖ്യമായിട്ട് ചെയ്യുന്നത്. അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാട് വിരുദ്ധരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ഇതിനകത്ത് 4 ഏല ഉണ്ട്, മറ്റ് റോഡ് സൈഡുകളുണ്ട്. അപ്പൊ ആ റോഡ് സൈഡിലുള്ള ഏരിയ ഇപ്പം ഇവിടുന്ന് ഈ കനാൽ സൈഡിലുള്ള റോഡ് വന്നിട്ട് കുട്ടമുക്കിൽ കയറുന്നുണ്ട്. അത് വളരെയധികം കാട് മൂടി കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ഏരിയയും ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കൃത്യമായി ക്ലീൻ ആക്കുകയും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തൊളിക്കോട് ഗവൺമെന്റ് LP സ്കൂളിൽ ഇനി പിൻ ബെഞ്ചുകാരില്ല. കുട്ടികളുടെ ഇരിപ്പിടം പ്രത്യേക തരത്തിൽ ക്രമീകരിച്ചു. 1-ാം ക്ലാസ് 1-ാം തരം എന്ന പേരിൽ ക്ലാസ് PTA നടത്തി പുതിയ സംവിധാനം രക്ഷകർത്താക്കളെ പരിചയപ്പെടുത്തി. ഇതെന്താണ്? പഴങ്ങളല്ലേ? പഴങ്ങളാണല്ലേ? ഇത് ഏത് പഴവാ? ഇത് ഏത് പഴവാ? ബനാന. കഴിച്ചിട്ടുണ്ടോ ഇത്? ഇതിന് കളർ എന്താ? മഞ്ഞ. തൊളിക്കോട് ഗവൺമെന്റ് LP സ്കൂളിലാണ് ഇനി പിൻബെഞ്ചുകാരില്ലാത്തത്. കുട്ടികളുടെ ഇരിപ്പിടം പ്രത്യേക തരത്തിൽ ക്രമീകരിച്ചു. എല്ലാ കുട്ടികൾക്കും അധ്യാപകരെ നേരിട്ട് കാണാനും ആശയവിനിമയം നടത്താനും സാധിക്കുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. 1-ാം ക്ലാസ് 1-ാം തരം എന്ന പേരിൽ ക്ലാസ് PTA ഏർപ്പെടുത്തിയിട്ടുള്ള പുതിയ സംവിധാനം രക്ഷിതാക്കളെയും പരാജയപ്പെടുത്തി. ക്ലാസ് PTA-കളിൽ എത്തുന്ന രക്ഷിതാക്കൾക്ക് പാഠഭാഗം കൂടി പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള രീതിയും ഇവിടെ പിന്തുടരുന്നുണ്ട്. കുട്ടികൾ തന്നെ വിവിധ പരിപാടികൾ നടത്തുന്നതിന് നേതൃത്വവും നൽകുന്നു. രാവിലെ തന്നെ ഒരു വലിയ ഉപ്പുമാങ്ങാ ഫലയും തോളിൽ വെച്ചിറങ്ങും. പട്ടണത്തിലേക്കാണ് ഉപ്പുമാങ്ങാ കച്ചവടത്തിന്. കൂടെ ചാടി ചാടി തക്കുടു കുരങ്ങനുമുണ്ടാകും. തക്കുടു തങ്ങച്ചായന്റെ ഓമനയാണ്. വായന, ലേഖനം തുടങ്ങിയ മേഖലകളിൽ കുട്ടികൾ കൈവരിച്ച നേട്ടങ്ങൾ പൊതുസമൂഹവുമായി പങ്കുവയ്ക്കുന്നതിനുള്ള അവസരങ്ങളും ഒരുക്കുന്നുണ്ട്. എന്റെ പ്രിയ കൂട്ടുകാരെയും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. എല്ലാവരെയും ഒന്നും കൂടി സ്വാഗതം ചെയ്യുന്നു. രക്ഷിതാവിനും കുട്ടിയുടെ പഠന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നതിനുള്ള പരിശീലനം നൽകുന്നു. ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് നോക്കിക്കാണുന്ന ഒരാളാണ്. വ്യത്യസ്തങ്ങളായ ഓരോ പരിപാടികൾ നടത്തി സ്കൂളിനെ പേര് നിലനിർത്തുന്ന പ്രിയ എബ്രഹാം സാറിന്റെ സഹപ്രവർത്തകരും വളരെ വ്യത്യസ്തങ്ങളായ രീതികൾ എപ്പോഴും അനുവർത്തിക്കാറുണ്ട്. ആ ഒരു രീതിയിൽ 1-ാം ക്ലാസ് 1-ാം തരം എന്ന ഈ ഒരു പ്രോഗ്രാം കുഞ്ഞുങ്ങൾ പറയുന്ന കേട്ടപ്പോൾ തന്നെ ഭയങ്കര അതിശയമായിരുന്നു. അതിലിപ്പം ഒരുപാട് സന്തോഷവും. കാരണം ഞാനും രക്ഷിതാക്കളും ടീച്ചേഴ്സും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിൽ ഇത്രയും ഭയമില്ലാതെ അവർക്ക് അവരുടേതായ ആശയങ്ങൾ 1-ാം ക്ലാസ്സിൽ 5 വയസ്സുകാരൻ പറയുമ്പോൾ അത് ഭയങ്കരമായൊരു സന്തോഷം തോന്നി. കാരണം കുഞ്ഞുങ്ങളിലെ നമുക്കിന്നും കഴിയുന്നില്ല ഇത്രയും നല്ല ബോണായിട്ടൊന്നും പറയാൻ. കുഞ്ഞുങ്ങൾക്ക് അത് കഴിയുന്നതാണ്. അത് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുട്ടികളുടെ മികവാർന്ന പഠന മികവുകൾ പഠനോത്സവമായി വിവിധ കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂൾ. പരിപാടികൾക്ക് PTA പ്രസിഡന്റ് T ഷാജി, പ്രഥമാധ്യാപകൻ KG എബ്രഹാം, BRC ട്രെയിനർ ശ്രീജിത്ത്, അധ്യാപകരായ സുരമ്യ, റീന എന്നിവർ നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, പുനലൂർ. 66 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. ഇരുവരും സ്വദേശി ആദർശിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ വീട്ടിലും കാറിൽ നിന്നുമാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി ഇരവിപുരം വഞ്ചിക്കോവിൽ ഇരവിപുരം നഗറിൽ 113 വണ്ടറിംഗ് വീട്ടിൽ ആദർശിനെയാണ് പിടികൂടിയത്. ഇയാളുടെ വീട്ടിൽ നിന്നും 2 കാറുകളിൽ നിന്നുമായാണ് 66 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ചതും വിൽപ്പന നടത്തുന്നതും ദീപു എന്ന ആൾക്ക് വേണ്ടിയാണെന്നാണ് സൂചന. സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിലാണ്. 9 മാസം മുമ്പ് 50 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ദീപുവിന്റെ വഞ്ചിക്കോവിലെ കടയിൽ നിന്നും ഇയാളുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ നിന്നുമായി പിടികൂടിയിരുന്നു. സ്കൂളുകൾ, കോളേജ് എന്നിവ കേന്ദ്രീകരിച്ച് കച്ചവടം നടക്കുന്നെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി ഡാൻസ് ഓഫ് ടീം ഇവിടം കേന്ദ്രീകരിച്ച നിരീക്ഷണം നടത്തി വരികയായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ നിർദ്ദേശാനുസരണം ഇരവിപുരം SHO രാജീവ്, SI രഞ്ജിത്ത, ഡാൻസ് ഓഫ് SI സായി സേനൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ക്ഷേത്രത്തിൽ വളർത്തുനായയുമായി യുവാവിന്റെ അതിക്രമം. പിടപൂർ സ്വദേശി സജീവാണ് അതിക്രമം കാട്ടിയത്. പോലീസ് ജീപ്പ് പിടിച്ചു തെറിപ്പിച്ചു. സംഭവത്തിൽ CPOയ്ക്ക് പരിക്ക്. തയ്യൽക്കടയിൽ കയറി മാല പൊട്ടിച്ചെടുത്തു. കേസിലെ പ്രതിപിടിയിൽ മയ്യനാട് പുല്ലിച്ചിറ സ്വദേശി നിഷാദാണ് അറസ്റ്റിലായത്. സ്നേഹം പദ്ധതി. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ശാസനയില്ലാ വാരത്തിന് തുടക്കം. 6 ആഴ്ചകളിലായാണ് സ്നേഹം പദ്ധതി നടപ്പാക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.